ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആശ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആരാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നാണ് പറയുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് തൊട്ട് മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലിൻ്റെ പേര് എന്തുകൊണ്ടാണ് ഡോക്ടർ ആശായെ ഫിലിപ്പ് എന്ന് കൊടുത്തിരിക്കുന്നത്, ഞാനൊരു ഫിസിഷ്യൻ അല്ലല്ലോ, അപ്പോൾ പേരിൻ്റെ കൂടെ PhD എന്നല്ലേ ചേർക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഡോക്ടർ ആശായെ ഫിലിപ്പ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു വെറ്റിനറി ഡോക്ടറാണ്. ഇപ്പം ഞാൻ അമേരിക്കയിൽ 3rd ഇയർ PhD ചെയ്യുന്നു. അപ്പം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി ഒരു വയനാട്ടുകാരിയാണ്. പഠിച്ചതെല്ലാം അവിടെ തന്നെയാണ്. അപ്പം ഞാൻ പഠിച്ചത് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് പൂക്കോട് വയനാടാണ്. നമ്മുടെ കേരളത്തിൻ്റെ വെറ്റിനറി യൂണിവേഴ്സിറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നതും പൂക്കോട് തന്നെയാണ്. അതിനുശേഷം ഞാൻ 2015 ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MVSc ചെയ്തു. വെറ്റിനറി പെത്തോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിലായിരുന്നു. അപ്പം IVRI എന്ന് പറയുന്നത് വെറ്റിനറി സയൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മളിങ്ങനെ മെഡിസിൻ്റെ കാര്യത്തിൽ എയിംസ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം UP 2 വർഷത്തെ PG കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. 1 വർഷം കോൺട്രാക്ട് വെറ്റിനറി സർജനായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം ഞാനിവിടെ അമേരിക്കയിൽ വന്ന് ഇപ്പം ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ വൈറോളജിയിൽ PhD ചെയ്യാണ്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ സാധാരണയായിട്ട് പോസ്റ്റ് ചെയ്യാറുള്ളത് ഒന്നെങ്കിൽ അമേരിക്കയിൽ PhD ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അതല്ല ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്യുന്നത് COVID-19 പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ കുറച്ച് ജൂനിയേഴ്സ് വെറ്റിനറി കോളേജിലുള്ളവർ കൂടുതലും പെൺകുട്ടികളാണ് കോൺടാക്ട് ചെയ്യാറ്. ഇവിടെ അമേരിക്കയിൽ PhD ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടെസ്റ്റാണ് പാസ്സാവേണ്ടത്, ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ ഞാൻ ഫേസ്ബുക്കിലൂടെ തന്നെ ഒന്നെങ്കിൽ കോളായിട്ടോ അല്ലെങ്കിൽ മെസ്സേജിലൂടെയൊക്കെ മറുപടി പറയും. അപ്പം ഒരുപാട് ചോദ്യങ്ങൾ ഒരേ ആൾക്കാർ ചോദിക്കുന്നു. ഞാൻ ഒരേ ഉത്തരങ്ങളാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതൊരു വീഡിയോ ആയിട്ട് യൂട്യൂബിലോ മറ്റോ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ആരെങ്കിലും അത് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ലിങ്ക് പിന്നീട് ഷെയർ ചെയ്താൽ മതിയല്ലോ എന്ന് ഓർത്തു. പിന്നെ അതുപോലത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തു. പിന്നെ ഇപ്പൊ COVID-19 വന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ശരിയായ കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നത് കണ്ടപ്പം തെറ്റായ കാര്യങ്ങളെ പറ്റിയുള്ള ശാസ്ത്രീയമായ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വീഡിയോസും ചെയ്തിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വീഡിയോ എടുക്കണം, പിന്നെ അത് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, ഇതിനൊക്കെ സമയമുണ്ട്. അപ്പം നമ്മുടെ ലാബിലെ വർക്കും റിസർച്ചും ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു സമയത്ത് ഒരു ഹോബി പോലെ അല്ലെങ്കിൽ ഒരു ടൈം പാസിന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പോലെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പം ആദ്യം നമ്മൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യുമ്പം നമ്മളറിയാവുന്നവർ മാത്രമല്ലേ കാണുള്ളൂ. അപ്പം നമ്മളുടെ പേരിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു കമന്റ്സ് ഒക്കെ വരുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇപ്പൊ നമ്മളറിയാത്തവർ കാണും. അപ്പൊ നമ്മൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണല്ലോ എന്ന് തോന്നി. പിന്നെ ഞാൻ ഇങ്ങനെ മലയാളത്തിൽ വീഡിയോ ചെയ്യുമ്പം ഞാൻ നോർത്ത് ഇന്ത്യയിൽ പഠിച്ച സമയത്തുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും ഇംഗ്ലീഷിൽ കൂടെ വീഡിയോ ചെയ്തുകൂടെ എന്നുള്ളത്. ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിങ്ങനെ ക്യാമറയിൽ നോക്കി സംസാരിക്കാനുള്ള ഒരു മടി കൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആക്കുന്നത്. അപ്പം ഇംഗ്ലീഷിലുള്ള വീഡിയോസ് എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ ഇനി അപ്ലോഡ് ചെയ്യാം. വളരെ ചെറിയ വീഡിയോസ് 3 മിനിറ്റ്സ് 5 മിനിറ്റ്സ് വീഡിയോസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നല്ല കമന്റ് ഒക്കെ പറഞ്ഞവർക്ക് ഒരുപാട് താങ്ക്സ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഇൻസ്പയർ ചെയ്യും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.